ബൈബിൾ എന്ന് പറഞ്ഞാൽ തന്നെ അതിൻ്റെ ഡെഫിനിഷൻ പറയാറുണ്ട്. ബേസിക് ഇൻസ്ട്രക്ഷൻ ബിഫോർ ലീവിങ് എർത്ത് എന്നാണ് അത് പറയാറ്. ബേസിക് ഇൻസ്ട്രക്ഷൻ ബിഫോർ ലീവിങ് ദ എർത്ത്. ഭൂമി വിടുന്നതിന് മുമ്പ് നമ്മൾ എങ്ങനെ പോകണം എന്നുള്ളതിനെക്കുറിച്ചുള്ള ബേസിക് ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻ തരുന്നതാണ് ബൈബിൾ. ഒന്നും കൂടെ പറഞ്ഞാൽ ഞാൻ പറയുന്നത് ഇങ്ങനെയാണ്, ഒരു GPS ആണ്. നമുക്ക് ഈ GPS ഇല്ലെങ്കിൽ വഴി തെറ്റിപ്പോവും. അപ്പോൾ വചനമാണ് നമുക്ക് തരുന്ന GPS. ഓരോ ആഴ്ചയിലും നമുക്ക് റൂട്ട് പറഞ്ഞു തരുന്നതാണ് ഈ GPS. അതൊന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഞായറാഴ്ച നമ്മൾ വന്നത്. അപ്പോൾ തിരുവചനം കേട്ടിട്ട് നമ്മൾ ആ ശബ്ദം കേട്ടിട്ടില്ലെങ്കിൽ നമ്മൾ വഴി തെറ്റിപ്പോവും. അത് യഥാസ്ഥാനപ്പെടുത്താൻ വേണ്ടിയാണ് എല്ലാ ആഴ്ചയും പ്രസംഗിക്കുന്നത്. കുട്ടികളൊക്കെ ചിന്തിക്കുക, എന്തിനാണ് എല്ലാ ഞായറാഴ്ച ഇങ്ങനെ പ്രസംഗിക്കുന്നത്, ഈ പ്രസംഗം കേൾക്കുന്നത് എന്തിനാണ്? നമ്മൾ പോകുമ്പോൾ വഴി തെറ്റാതിരിക്കാൻ വേണ്ടിയുള്ള ഗൈഡൻസ് കിട്ടുന്നത് ഈ GPS വഴിയാണ്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ പറയണം, കർത്താവേ എനിക്ക് വഴി അറിയില്ല നാഥാ, ഇന്ന് അങ്ങ് എന്നെ നയിക്കണം, എനിക്ക് സ്വന്തമായി പോകാൻ കഴിയില്ലെന്ന് പറയണം. രാത്രി ഉറങ്ങാൻ പോകുമ്പോഴും പറയണം, കർത്താവേ എനിക്ക് ഒന്നിനും അറിയില്ല നാഥാ, അങ്ങ് തന്നെ എന്നെ നയിച്ചോളണം, ഈ രാത്രിയും അങ്ങ് തന്നെ എന്നെ ഗൈഡ് ചെയ്തോളണം എന്ന് പറഞ്ഞോളണം. അങ്ങനെയാണെങ്കിൽ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്താൽ GPS ഇടയ്ക്ക് വിളിച്ചു പറയും, നമ്മൾ കേട്ട വചനം ഇടയ്ക്ക് പറയും, ഇടത്തോട്ട് തിരിയുക, വഴി ഇതാകുന്നു, വഴി ഇതാകുന്നു എന്ന് പറഞ്ഞു തരുന്ന ശബ്ദം പുറകിൽ നിന്ന് കേൾക്കാൻ തുടങ്ങും. അത് കേൾക്കണമെങ്കിൽ ആദ്യം GPS സെറ്റ് ചെയ്യണം. അതാണ് തിരുവചനം. ഈ തിരുവചനം ധ്യാനം നമ്മുടെ ജീവിതത്തിന് അനുഗ്രഹമായി തീരട്ടെ എന്ന് ഞാൻ പ്രാരംഭമായി പറഞ്ഞുകൊണ്ട് ഈ 124 സങ്കീർത്തനം 1-ാം വാക്യം വായിച്ച് നമുക്ക് ധ്യാനിപ്പാനായിട്ട് താല്പര്യപ്പെടുകയാണ്. ഇസ്രായേൽ പറയേണ്ടത് എന്തെന്നാൽ, യഹോവ നമ്മുടെ പക്ഷത്ത് ഇല്ലായിരുന്നുവെങ്കിൽ, യഹോവ നമ്മുടെ പക്ഷത്തില്ലായിരുന്നെങ്കിൽ സംഭവിക്കുന്ന 5 കാര്യങ്ങളെക്കുറിച്ച് ഇതിനു മുമ്പ് സൃഷ്ടിക്കുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് ഇന്ന് പറയാനായിട്ട് താല്പര്യപ്പെടുന്നില്ല. അതിൽ അക്കമിട്ട് പറഞ്ഞിട്ടുണ്ട്. അവരുടെ കോപം ജ്വലിക്കുന്നത് ജീവനോടെ വിഴുങ്ങിക്കളയുന്നു, വെള്ളം ഒഴുക്കിക്കളയുമായിരുന്നു, അങ്ങനെ തുടങ്ങിയുള്ള കാര്യങ്ങളാണ് അന്ന് നമ്മൾ ഓർത്തത്. അത് ഇന്ന് വീണ്ടും ആവർത്തിച്ച് പറയാനായിട്ട് താല്പര്യപ്പെടുന്നില്ല. യഹോവ നമ്മുടെ പക്ഷത്തുണ്ടായിരുന്നെങ്കിൽ, യഹോവ ഇസ്രായേലിന്റെ പക്ഷത്ത് യഹോവ ഉണ്ടായിരുന്നത് കൊണ്ടാണ് അവർ ജയിച്ചത്. ചെങ്കടലിനെ വിഭജിച്ചത് ദൈവം അവരുടെ പക്ഷത്തുണ്ടായിരുന്നതുകൊണ്ടാണ്. ഒരു മനുഷ്യനും കഴിയില്ലായിരുന്നു, ഒരു മനുഷ്യനും ചെങ്കടലിൻ്റെ ഇടയിൽ ഒരു വഴി ഉണ്ടാക്കാൻ കഴിയില്ലായിരുന്നു. ഫറവോനെ തോൽപ്പിച്ചതും ഇവർ വഴി ഉണങ്ങിയ നിലത്തൂടെ പോയതും യഹോവ പക്ഷത്തുണ്ടായിരുന്നതുകൊണ്ടാണ്. നമുക്കറിയാം, എരിഹോ മതിൽ തകർന്നു വീണു, ജനം പട്ടണം പിടിച്ചു. മുന്നോട്ട് പോയതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. എന്താണ്? യഹോവ ഇസ്രായേലിന്റെ പക്ഷത്തുണ്ടായിരുന്നതുകൊണ്ടാണ്. അപ്പോൾ ഇസ്രായേലിന്റെ പക്ഷത്ത് യഹോവ ഉണ്ടെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിജയം കിട്ടും. ഇസ്രായേലിന്റെ പക്ഷത്ത് യഹോവ ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹായ് പട്ടണത്തിൽ സംഭവിച്ച കാര്യങ്ങൾ മനസ്സിലാക്കാം. യഹോവ പക്ഷത്തുണ്ടായിരുന്നില്ല. കാരണം എന്ന് വെച്ചാൽ ഒരു വ്യക്തി, ഒരു ആകാൻ പാപം ചെയ്തതുകൊണ്ട്, ദൈവകോപം അവരുടെ മേൽ ജ്വലിച്ചതുകൊണ്ട് യഹോവ പക്ഷത്തില്ലായിരുന്നു, ഒന്ന് മാറി നിന്നു. അപ്പോൾ തോറ്റുപോയി, വലിയ സംഹാരം ഉണ്ടായി, വലിയ നാശം ഉണ്ടായി. അവിടെ നിന്ന് നമുക്ക് പഴയ നിയമത്തിൽ നിന്ന് പഠിക്കാൻ കഴിയുന്ന ഒരു വലിയ കാര്യം ഇതാണ്: യഹോവ പക്ഷത്തുണ്ടെങ്കിൽ വിജയിക്കും, യഹോവ പക്ഷത്തില്ലെങ്കിൽ പരാജയപ്പെടും. യഹോവ പക്ഷത്തില്ലെങ്കിൽ പരാജയപ്പെടും. അതിന് അടിസ്ഥാനമായൊരു കാരണം, ദൈവകൽപ്പന അനുസരിച്ച് പാപം ചെയ്യാതെ മുന്നോട്ട് പോവുകയാണെങ്കിൽ, ദൈവവ്യവസ്ഥയ്ക്കനുസരിച്ച് പോവുകയാണെങ്കിൽ യഹോവ പക്ഷത്ത് നിൽക്കും. തെറ്റ് ചെയ്താൽ പക്ഷത്ത് നിൽക്കില്ല എന്നാണ് പഴയ നിയമം പഠിപ്പിക്കുന്നത്. എന്നാൽ പുതിയ നിയമം വരുമ്പോൾ നമ്മൾക്ക് ഒന്നും കൂടെ ഭാഷ മാറി. നമ്മുടെ പക്ഷത്ത് സ്ഥിരം നിൽക്കാൻ വേണ്ടി നമ്മുടെ കർത്താവ് പരമയാഗമായി തീർന്നു. നമ്മുടെ പക്ഷത്ത് പൂർണ്ണമായി നിൽക്കാൻ വേണ്ടി വീണ്ടെടുപ്പ് വില കൊടുത്ത് നമ്മെ രക്ഷിച്ച യേശു നമ്മുടെ പക്ഷത്തുണ്ട്. ഇനി നമ്മുടെ ചോദ്യങ്ങൾ ഞാൻ ചോദിക്കാൻ പോവുകയാണ്. കുറച്ചും കൂടി ഗഹനമായ രീതിയിലാണ് ഇന്ന് സങ്കീർത്തനം ധ്യാനിക്കാനായിട്ട് താല്പര്യപ്പെടുന്നത്. അപ്പോൾ യഹോവ പക്ഷത്തുണ്ടെങ്കിൽ നമുക്ക് ഒരു പ്രശ്നം വരില്ല, നമ്മൾ ജയിക്കും. സ്തേഫാനോസിനെ കല്ലെറിയുന്ന സമയത്ത് യഹോവ പക്ഷത്തുണ്ടായിരുന്നോ ഇല്ലയോ? അങ്ങനെയാണെങ്കിൽ സ്തേഫാനോസിന് കല്ലേറ് കൊണ്ട് ചാവേണ്ട കാര്യം ഉണ്ടായിരുന്നോ? നമുക്കറിയാം, സ്തേഫാനോസിന് കല്ലെറിയുന്ന സമയത്ത് യഹോവ പക്ഷത്തുണ്ടായിരുന്നു. എന്നിട്ട് സ്തേഫാനോസിന് എന്താ സംഭവിച്ചെന്ന്, ഇങ്ങനെ സംഭവിക്കാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ പെട്ടെന്നൊന്നും ഉത്തരം കിട്ടുന്നില്ല. അത് നമുക്കിന്ന് പറയാൻ പോവുക. യഹോവ നമ്മുടെ പക്ഷത്തുണ്ടായിരുന്നിട്ട് എന്തെങ്കിലും സംഭവിക്കുന്നത്? തിളച്ച എണ്ണയിലിട്ടപ്പോൾ, യോഹന്നാനെ തിളച്ച എണ്ണയിലിട്ടപ്പോൾ യഹോവ പക്ഷത്തുണ്ടായിരുന്നു. തിളച്ച എണ്ണയ്ക്ക് ശക്തി ഉണ്ടായിരുന്നില്ല എന്നാണ് ചരിത്രം പറയുന്നത്. അതുകൊണ്ടാണ് എടുത്ത് പത്മോസിൽ കൊണ്ടുവിട്ട്. പത്മോസിൽ കൊണ്ടുവിടുന്ന സമയത്ത് എൻ്റെ കർത്താവ് അനുവദിച്ചത് പക്ഷത്തുണ്ടായിരുന്നില്ലേ? ആ കാട്ടുമൃഗങ്ങളുള്ള സ്ഥലത്ത് കൊണ്ടുവരേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു? നമ്മളിങ്ങനെ ചോദിക്കുമ്പോൾ നമുക്കിങ്ങനെ സംശയങ്ങൾ വരികയാണ്, എന്താ ഇങ്ങനെ വരുന്നതെന്ന്. കർത്താവ് പക്ഷത്തുനിന്ന് മാറുന്നു. ഒരു പാപം ചെയ്തോട്ടാണോ പക്ഷത്തുനിന്ന് മാറിയത്? സ്തേഫാനോസ് എന്താ കുറ്റം ചെയ്തോ? ആകാൻ ചെയ്തതുപോലെ എന്തെങ്കിലും പാപം ചെയ്തതുകൊണ്ടാണോ? അല്ല, പക്ഷത്തുണ്ടായിരുന്നെന്ന് നമുക്കറിയാം. പിന്നെ എന്താ ഇങ്ങനെ സംഭവിക്കുന്നത്? റോമാലേഖനം 8:31 പറയുന്നത് ഇങ്ങനെയാണ്: ഇത് സംബന്ധിച്ച് നാം എന്തു പറയേണ്ടു? ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂലമാർ. ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ
അപ്പൊ സ്തേഫാനോസിന് അനുകൂലമായിരുന്നു കർത്താവ് എന്ന് നമുക്ക് നല്ല ഉറപ്പാണ്. കാരണം സ്തേഫാനോസ് ഭരിക്കുന്ന സമയത്ത് കർത്താവ് അവിടെ എഴുന്നേറ്റ് നിൽക്കുന്നത് സ്തേഫാനോസ് കണ്ടു, ഇല്ലേ? സ്വർഗം തുറന്നിരിക്കുന്നതും ദൈവപുത്രൻ പിതാവിന്റെ വലത്തുഭാഗത്ത് നിൽക്കുന്നതും കണ്ടു. അപ്പോൾ അനുകൂലമാണ്. അപ്പോൾ പ്രതികൂലമാണ്. പൗലോസിനെ ഈർച്ചവാളുകൊണ്ട് അറുക്കുമ്പോൾ സ്തോത്രം ദൈവം അനുകൂലമല്ലായിരുന്നു. പൗലോസ് പറയുന്നത്, ആകയാൽ കർത്താവ് എനിക്ക് തുണ, എബ്രായ 13:6, കർത്താവ് എനിക്ക് തുണ, ഞാൻ പേടിക്കുകയില്ല, മനുഷ്യർ എന്നോട് എന്ത് ചെയ്യും? അപ്പോഴാണ് ചോദ്യം കിടക്കുന്നത്. ഇനി നമുക്കറിയാം, ധാരാളം കാര്യങ്ങൾ അറിയാം. ഞാൻ നിങ്ങളെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല. ഇതൊക്കെ കർത്താവ് വാഗ്ദത്തം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നമുക്ക് ഉറപ്പാണ്, നമ്മെ വിട്ടു പോകുന്ന പ്രശ്നം ഉദിക്കുന്നില്ല. യഹോവ നമ്മുടെ പക്ഷത്ത് തന്നെയാണ്. പക്ഷത്തില്ലാത്ത ഒരു ദിവസവും ഒരു നിമിഷവും ഇല്ല. കർത്താവ് നമ്മുടെ പക്ഷത്താ. ഇനി നമുക്ക് ഉത്തരം പറയണം. സ്തേഫാനോസിന്റെ പക്ഷത്തുനിന്ന് മാറിയോ? യോഹന്നാന്റെ പക്ഷത്തുനിന്ന് മാറിയോ? പൗലോസിന്റെ പക്ഷത്തുനിന്ന് കർത്താവ് മാറിയോ? ഇല്ല, ഒരിക്കലും മാറിയില്ല. അത് മനസ്സിലാക്കണമെങ്കിൽ ഒരു കാര്യം അറിയണം. പിശാച് എന്തെങ്കിലും ഒന്ന് ചെയ്യണമെങ്കിൽ കർത്താവിന്റെ പെർമിഷൻ മേടിക്കാതെ ചെയ്യാൻ കഴിയില്ല. നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു സത്യമാണ്. പിശാചിന് എന്തെങ്കിലും ഒന്ന് പ്രവർത്തിക്കണമെങ്കിൽ, എന്തെങ്കിലും നമ്മുടെ നേരെ പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിൽ കർത്താവിൻ്റെ പെർമിഷൻ കിട്ടാതെ പറ്റില്ല. ഉദാഹരണം പറയാം, യോബിന് നേരെ പരീക്ഷയ്ക്ക് വരുന്ന സമയത്ത് പെർമിഷൻ കിട്ടാത്ത കാരണം പറ്റിയില്ല. വേലി വിളിക്കാൻ പറ്റില്ലായിരുന്നു. പെർമിഷൻ കൊടുത്തപ്പോഴാണ് വേലി വിളിച്ചത്. ഇല്ലെങ്കിൽ വിളിക്കാനൊന്നും പറ്റില്ല, അനങ്ങാൻ പറ്റില്ല. അവൻ അനുവദിക്കാതെ പിശാചിന് ഒന്നും ചെയ്യാൻ. ശീമോൻ പത്രോസിനെ പാറ്റാൻ വേണ്ടി വന്നു, അനുവാദം ചോദിച്ചു. അനുവാദം കൊടുക്കാത്ത കാരണം പാറ്റാൻ പറ്റിയില്ല. മനസ്സിലായോ? അപ്പൊ കർത്താവ് അനുവദിക്കാതെ പിശാച് എന്തെങ്കിലും പ്രവർത്തിക്കുന്ന ആരും പ്രതീക്ഷിക്കേണ്ട നടക്കില്ല. സർവശക്തനാരാ? എൻ്റെ കർത്താവാ. അപ്പോൾ നമുക്കൊരു ചോദ്യമുണ്ട്, എന്തിനാ ദൈവം പിശാചിനെ അനുവദിക്കുന്നത്? ഞാൻ പറയാം, കർത്താവ് ചില പണികൾ അവനെ ഏൽപ്പിക്കുന്നതാ. എന്താ കൊടുക്കുന്ന പണി എന്ന് അറിയാവോ? പൊളിക്കാനുള്ള പണി. ഇയ്യോബിനെ ഒന്ന് പൊളിക്കണം, എന്നിട്ട് പുത്തനൊന്ന് പണിയാൻ തീരുമാനിച്ചു. ഇപ്പൊ ഉള്ള ചെറിയ വീടൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഡബിളാക്കണം. അയ്യോ, പഴയ തൊഴുത്തിനകത്ത് കിടക്കുന്ന 5000 ഒന്നും പോരാ, ഇനി വരാൻ പോകുന്ന ഡബിളാ 10000 വരിക. അതൊന്ന് പൊളിച്ചു പണിയണം. എല്ലാം പൊളിച്ചു പണിയാൻ തീരുമാനിച്ചു. ദൈവം എല്ലാം ഇരട്ടിയാക്കാൻ തീരുമാനിച്ചു. അങ്ങനെ വരുന്ന സമയത്ത് പഴയതിനൊന്ന് പൊളിക്കാൻ വേണ്ടിയിട്ട് പൊളിപ്പം പണി ഏൽപ്പിച്ചതാ. ആരെന്നെ? ഈ പിശാചിനെ ഏൽപ്പിച്ചതാ. പിശാചൻ നീ പൊളിച്ചോ, ഇടിച്ചു പൊളിക്കുക, എനിക്ക് മാറി നിൽക്കാലോ. ഒരു പണി ഏൽപ്പിച്ചതാ, അവനെ കൊണ്ട് പണിയിപ്പിച്ചതാ. ഏതാ? ഇത് ഇടിച്ചു പൊളിക്കാനുള്ള പണി അങ്ങ് ഏൽപ്പിച്ചതാ. എന്നിട്ട് കർത്താവ് എന്ത് ചെയ്തു? അത് ഡബിളായിട്ട് പണിതു. മനസ്സിലായോ? ഇനി ഞാനൊന്നും കൂടെ പറയാം, സ്തേഫാനോസിന്റെ കാര്യം പറയാം. സ്തേഫാനോസിന്റെ കൂടാരമായ ഭൗമ ഭവനം പൊളിഞ്ഞു പോകണം. അപ്പോഴാണ് സ്വർഗീയമായ നിത്യഭവനത്തിലേക്ക് പ്രവേശിക്കാൻ പറ്റുള്ളൂ. സ്തേഫാനോസിന്റെ ശുശ്രൂഷ പൂർത്തീകരിച്ചു. ഒറ്റ പ്രസംഗം കൊണ്ട് പ്രസംഗം പൂർത്തീകരിച്ചു കഴിഞ്ഞപ്പോൾ കർത്താവ് അനുവദിച്ചു, പിശാചൻ നീ പൊളിച്ചോളാൻ പറഞ്ഞു. നീ പൊളിച്ചോ, പൊളിച്ചു കഴിഞ്ഞാൽ ഇവന് ഞാൻ ഉള്ളം കയ്യിൽ സ്വീകരിച്ചോളാം, പാതാളത്തിലേക്ക് തന്നെ വീഴാൻ പറഞ്ഞു. നീ ഒന്ന് തള്ളിക്കോ, നീ തള്ളിയിട്ടോ, ഉന്തിക്കോ. എന്താ കാരണം? ഞാൻ അവനെ വഹിച്ചോളാം. ഇതാണ് ഏൽപ്പിച്ചത്. ഇനി പൗലോസിനോട് ചോദിച്ചാൽ പൗലോസ് പറയാനുള്ളത് എന്താ? എൻ്റെ ശുശ്രൂഷ ഞാൻ ഓട്ടം നല്ലപോലെ പൊരുതി, ഓട്ടം തികച്ചു. ഇനി അത് കഴിഞ്ഞപ്പോൾ ഈ കൂടാരം ഒന്ന് പൊളിക്കണം. ഈ കൂടാരം പൊളിച്ചിട്ട് വേണം നിത്യമായ കൂടാരത്തിലേക്ക് പ്രവേശിക്കാൻ, തേജസ്സിന്റെ കിരീടം പ്രാപിക്കാനൊക്കെ ആയിട്ട് ചെല്ലണം. ഇതിനു വേണ്ടിയിട്ടൊരു അവസരം കൊടുത്തതാ. പിശാചൻ നീ പൊളിച്ചോളാൻ പറഞ്ഞു, അർത്തോളാൻ പറഞ്ഞു. അതൊന്നങ്ങ് വേർപെടുത്തിക്കോന്ന് പറഞ്ഞു. കർത്താവ് അവനെ സ്വീകരിക്കുകയാണ്. ഇതാണ് നമുക്ക് സംഭവിക്കുന്ന കാര്യങ്ങൾ. അപ്പൊ ഭൂമി വിട്ടുപിരിയാൻ വേണ്ടി, കൂടാരമായ ഭൗമഭവനം ഒന്ന് പൊളിക്കാൻ വേണ്ടി ചിലപ്പോൾ ശുശ്രൂഷ തയ്ക്കുന്ന സമയത്താണ് പിശാചിനെ അനുവദിക്കുന്നത്. ഇതവിടെ സംഭവിച്ചത്. അല്ലാതെ പുതിയ നിയമം നമ്മളെ ഒരിക്കലും എൻ്റെ കർത്താവ് പക്ഷത്തുനിന്ന് മാറി നിൽക്കില്ല. അവൻ നമ്മുടെ പക്ഷത്ത് തന്നെയാണ്. അവനെ പക്ഷമായി സ്വീകരിച്ചവർ. അതിനാണ് യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുന്നത്. എന്തിനാ രക്ഷകനായി സ്വീകരിക്കുന്നത്? യേശുവിനെ രക്ഷകനായി സ്വീകരിക്കണം എന്നൊക്കെ പറഞ്ഞ് പിള്ളേരോടൊക്കെ പറയുമ്പോൾ അവർക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. എല്ലാ മതത്തിലും മോറൽ ടീച്ചിങ്സ് ഉണ്ട്, അല്ലേ? മോറൽ ടീച്ചിങ്സ് എല്ലാ മതത്തിലും ഉണ്ട്. അത് ചെയ്തില്ലെങ്കിൽ അത് പഠിപ്പിക്കുന്നത് തല്ലിയിട്ട് പഠിച്ചിട്ടൊക്കെയാണ്. എന്താ കാരണം? വീട്ടിലും അങ്ങനെയാണ്. അത് മോറൽ ടീച്ചിങ്സ് പഠിപ്പിക്കണം. പഠിപ്പിച്ചില്ലെങ്കിൽ പ്രശ്നം എന്താ ഉണ്ടാകുമെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവരിൽ നിന്ന് അടി കിട്ടും. കൊല ചെയ്യരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ശിക്ഷയുണ്ട്. അത് തല്ലി പഠിപ്പിക്കുന്നതാണ്. എന്നാൽ ഇതിനകത്ത് വേറൊരു കാര്യമുണ്ട്. നമ്മുടെ പുസ്തകത്തിനകത്ത്, ബൈബിളിനകത്തുള്ള പ്രത്യേകത പത്യോപദേശം എന്ന് പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ സ്പിരിച്വൽ ടീച്ചിങ് ഉണ്ട്.
അത് എഫെസ്യർ ലേഖനത്തിൽ പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ സ്പിരിച്വൽ ടീച്ചിങ് എന്ന് പറയുന്നത് മക്കളെ കോപിപ്പിക്കാതെ പഠിപ്പിക്കണം. ഈ മോറൽ ടീച്ചിങ് പഠിപ്പിക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ അടിയൊക്കെ കൊടുക്കും, അവരെ കർശനമായി ചീത്ത പറയുകയൊക്കെ ചെയ്യും. പക്ഷെ സ്പിരിച്വൽ ടീച്ചിങ് നമ്മൾ പഠിപ്പിക്കുന്നത്, പത്യോപദേശം പഠിപ്പിക്കുന്നത് എങ്ങനെയാണ്? അവരെ കോപിപ്പിക്കാതെ എന്ന് പറഞ്ഞിരിക്കുന്നത്. അവർ പഠിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഞാൻ രക്ഷിക്കപ്പെട്ടത് എന്തിനാന്ന് പഠിക്കണം. ഞാൻ സ്നാനപ്പെട്ടതുകൊണ്ട് എന്താ ഗുണമെന്ന് അറിയണം. ഞാനിവിടെ സഭായത്തിന് വന്ന് പ്രസംഗം കേൾക്കുന്നത് എന്തിനാണെന്നറിയണം. ഞാനിവിടെ വന്നിട്ട് കൈയടിച്ചാൽ എന്താ ഗുണം. ഇതെല്ലാം അവരെ നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട ഒരു ചുമതല നമുക്കുണ്ട്. അവരോട് ഇത് ചോദിച്ചാൽ അവർ മറ്റുള്ളവരോടും പറഞ്ഞു കൊടുക്കത്തക്കവണ്ണം അവർക്കിത് മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് പറയുന്നത്, കർത്താവ് നമ്മുടെ പക്ഷത്തുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? വചനം വായിക്കുമ്പോൾ നിങ്ങൾ അങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്ത് പഠിക്കണം. അങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്ത് പഠിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കാൻ തുടങ്ങും. അപ്പോഴേ നമുക്ക് കേൾക്കാൻ തുടങ്ങുള്ളൂ. ഈ പറയുന്ന നമ്മുടെ കർത്താവ് നമ്മളോട് സംസാരിക്കുന്നത് നമുക്ക് തിരിച്ചറിയാൻ തുടങ്ങും. ആ ശബ്ദം കേട്ടു തുടങ്ങും. ഇല്ലെങ്കിൽ നമുക്ക് ഈ ക്രിസ്ത്യൻ ലൈഫ് കൊണ്ട് ഒരു പ്രയോജനമില്ല. എല്ലാ മതങ്ങളെ പോലെ ഇതിനെന്താ വ്യത്യാസം എന്ന് ചോദിച്ചുകൊണ്ട് നിൽക്കും. അത് വരാതിരിക്കണമെങ്കിൽ നമ്മളത് മനസ്സിലാക്കണം. അപ്പോൾ സ്തെഫാനോസിനെ കൈവിട്ടില്ല, എഴുന്നേറ്റ് നിന്ന് കൈ പിടിച്ച് സ്വർഗം സ്വീകരിക്കുകയാണ് ചെയ്തത്. അങ്ങനെയാണെങ്കിൽ കർത്താവ് നമ്മുടെ പക്ഷത്തുള്ളത് കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വിജയമാണ്. എന്തിനാ കർത്താവ് ഇസ്രായേലിന്റെ പക്ഷത്ത് നിന്നത്? ഞാൻ പെട്ടെന്ന് വാക്കുകൾ ചുരുക്കാം, ഇനി മുന്നോട്ട് പോകുന്നില്ല. എന്തിനാ കർത്താവ് ഇസ്രായേലിന്റെ പക്ഷത്ത് നിന്നത്? ഇസ്രായേൽ മക്കളെ കാനാനിൽ കൊണ്ടെത്തിക്കാൻ വേണ്ടിയിട്ടാണ് അവരുടെ പക്ഷത്ത് നിന്നത്. കർത്താവ് നമ്മുടെ പക്ഷത്ത് നിൽക്കുന്നത് എന്തിനാ? നമ്മെ സ്വർഗ കനാനിൽ എത്തിക്കാനാണ്, നമ്മെ കൈവിടാനല്ല. ഒരു കാരണവശാലും അവൻ നമ്മെ ഉപേക്ഷിക്കില്ല, കൈവിടില്ല. നമ്മെ കൊണ്ടേ സ്വർഗ കനാനിൽ എത്തിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ അതിൻ്റെ ഇടയ്ക്ക് പിശാചിനിടയ്ക്ക് അനുവദിക്കുന്നത് എന്താ? നമ്മളെ കൈവിട്ടിട്ടല്ല, അവനെ പൊളിക്കാൻ വേണ്ടി ഏൽപ്പിക്കുന്നതാ. പൊളിക്കുന്നത് എന്തിനാ? ഡബിളാക്കാൻ വേണ്ടിയാ. ഒന്ന്, എന്തിനാ പൊളിക്കാൻ അനുവദിക്കുന്നത്? ഇപ്പോൾ ഉള്ളതിനെ ഇരട്ടിയായി അനുഗ്രഹിക്കാൻ. കർത്താവിന് നമ്മൾ ഒന്നും കൂടെ അനുഗ്രഹിക്കണമെന്നുണ്ടെങ്കിൽ പഴയത് പൊളിച്ചു മാറ്റി പുതിയ ചില അനുഭവങ്ങൾ തരാൻ വേണ്ടി പൊളിക്കാൻ വേണ്ടി ഏൽപ്പിക്കും. രണ്ടാമത് പിശാചിനെ പൊളിക്കാൻ ഏൽപ്പിക്കുന്നത് എന്തിനാ? നമ്മുടെ ഗൂഢാരമായ ഭൗമഭവനം പൊളിക്കേണ്ട സമയം വരും. എപ്പോഴാ? ഇവിടുത്തെ ശുശ്രൂഷകൾ തികച്ചു കഴിയുമ്പോൾ, നല്ല പോർ പൊരുതി ഓട്ടം തികച്ചു കഴിഞ്ഞാൽ അത് പൊളിക്കേണ്ട ഒരു സമയം വരും. ആ സമയത്ത് ഏൽപ്പിക്കും. ആ സമയത്ത് പിശാച് ചിലപ്പോൾ വരും, രോഗം കൊണ്ടുവന്ന് നമ്മളെ പൊളിക്കാൻ വേണ്ടി ഇടിച്ചു തുടങ്ങും. ആ ഇടി തുടങ്ങുമ്പോഴാണ് നമുക്ക് രോഗമാണ്, വേദനയാണെന്നൊക്കെ പറയുന്നത്. എന്നാൽ ചില സമയത്ത് വളരെ ഈസി ആയിട്ട് പൊളിക്കും. വളരെ ശാന്തമായ ഒരു ഉറക്കം. അത്രേ ഭക്തന്മാരുടെ മരണം പ്രസാദമുള്ളതാണ്, വിലയേറിയതാണ്. അതുപോലെ തന്നെ സഭാപ്രസംഗി പറയുന്നുണ്ട്, ഭക്തന്മാർ മരിക്കുമ്പോൾ ഒരു ഉറക്കം പോലെ എത്രയെന്ന് പറയുന്നത്. ഒരു ഉറക്കം പോലെ, ഒരു ഉറക്കം, സുഖമായിട്ട് ഉറങ്ങി, ഒരു പൊളിക്കോ ഒരു ബുദ്ധിമുട്ടുമില്ല. അതെന്താ കാര്യം? അവരുടെ വേര് ഭൂമിയിൽ ഉറച്ചിരിക്കുന്നില്ല, അവർ മുകളിലേക്ക് തന്നെയാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. കണക്ഷൻ മുഴുവൻ അങ്ങോട്ടാണ്. അപ്പോൾ അടി ഇളക്കാൻ നോക്കിയപ്പോൾ ഇളക്കേണ്ടി വന്നില്ല, അതിനു മുമ്പേ ഇളകി പോകുന്നു. നമുക്ക് വിശ്വാസം ഒന്ന് വർദ്ധിപ്പിക്കണം, നമ്മുടെ പ്രത്യാശ ഒന്നും കൂടെ കൊണ്ടുവരണം. അങ്ങനെ കുറേ കൊണ്ടുവന്നു കഴിഞ്ഞാൽ പിശാച് വന്ന് പൊളിക്കാൻ നിൽക്കുന്ന നേരത്ത് നമ്മൾക്ക് വേദനയോ പ്രയാസമോ ഒന്നും തോന്നില്ല, തകരുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യില്ല, നമ്മൾ ഉയർന്ന് പൊങ്ങുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യാനായിട്ട് കഴിയും. ആ വലിയ പ്രത്യാശ നമ്മെ ഭരിക്കട്ടെ. അങ്ങനെയെങ്കിൽ നമുക്ക് വിജയിക്കാനായിട്ട് കഴിയും. യഹോവ നമ്മുടെ പക്ഷത്തുണ്ട്, യഹോവ നമ്മുടെ പക്ഷത്തുണ്ട്. ഞാൻ പേടിക്കയില്ല, മനുഷ്യരെന്നോട് ഒരു ദുഷ്ടശക്തിക്കും നമ്മെ ഒന്നും ചെയ്യാൻ കഴിയില്ല. എൻ്റെ ദൈവത്തിന്റെ പെർമിഷൻ ഇല്ലാതെ. ദൈവം പെർമിഷൻ കൊടുക്കുന്നത് നന്മയ്ക്കല്ലാതെ തിന്മയ്ക്കായിട്ട് അവൻ ഒന്നും ചെയ്യുന്നില്ല. നന്മയ്ക്കല്ലാതെ തിന്മയ്ക്കായിട്ടൊന്നും. ഒരു വരി പാടിയിട്ട് ഞാൻ ഇവിടെ നിർത്താം. എൻ്റെ ദൈവമറിയാതെ എനിക്കൊന്നും ഭാവിക്കയില്ല, എൻ്റെ ദൈവമറിയാതെ എനിക്കൊന്നും ഭാവിക്കയില്ല. ദോഷങ്ങളാൽ എന്നെ പരീക്ഷിക്കില്ല, നന്മയ്ക്കായെല്ലാം നൽകിയിടുന്നു. ദോഷങ്ങളാൽ എന്നെ പരീക്ഷിക്കില്ല, നന്മയ്ക്കായെല്ലാം നൽകിയിടുന്നു. കഷ്ടതകൾ പെരുകിടുമ്പോ എനിക്കാശ്വാസം അധികം തരും. കഷ്ടതകൾ പെരുകിടുമ്പോ എനിക്കാശ്വാസം അധികം തരും. മനസ്സലിവുള്ളവൻ മനുവേലൻ മനം തകർന്ന എന്നെ സൗഖ്യമാക്കും. മനസ്സലിവുള്ളവൻ മനുവേലൻ മനം തകർന്ന എന്നെ സൗഖ്യമാക്കും.